അധിർ രഞ്ജൻ ചൗധരിയെ ബഹ്റാംപൂറിൽ, അതായത് 25 കൊല്ലത്തോളം പ്രതികരിച്ച ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ തോൽപ്പിക്കുക എന്നുള്ള വാശിയോടുകൂടി മമതയും BJP ഒരുപോലെ വർഗീയ കാർഡിറക്കി അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. തൃണമൂൽ ഇറക്കിയത് ന്യൂനപക്ഷ വർഗീയതയെങ്കിൽ കൃത്യമായി BJP ഇറക്കിയത് ഭൂരിപക്ഷ വർഗീയതയാണ്. യൂസഫ് പത്താനെ ഇറക്കി ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അതിന്റെ ഫലമായി യൂസഫ് പത്താൻ അധിർ രഞ്ജൻ ചൗധരി 85,000-ഓളം വോട്ടുകൾക്ക് തോൽപ്പിച്ചു. രണ്ടാം സ്ഥാനത്ത് അധിർ രഞ്ജൻ ചൗധരി വരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അധിർ രഞ്ജൻ ചൗധരി BJP-യിലേക്ക് പോകുമെന്നായിരുന്നു മമതയുടെയും കൂട്ടുകാരുടെയും ആക്ഷേപം. ഇപ്പോ ഒരു ഇലക്ഷനിൽ തോറ്റു തൊപ്പിയിട്ടപ്പോ തന്നെ മമതയുടെ പാർട്ടി ഇതാ വെണ്ണീറായി. ഒരു മരുന്നിന് പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാം എൻ ബ്ലോക്കായി BJP-യിലേക്ക് പോവുകയാണ്. പലരും അഴിമതിക്കാരായതുകൊണ്ട് തന്നെ ED ഭയം മൂലം MLA-മാരും സകല MP-മാരും തലയിൽ മുണ്ടിട്ട് എയർപോർട്ടിലും മറ്റും മുഖം പോലും മറയ്ക്കുന്ന രീതിയിൽ BJP-യിലേക്ക് പോവുകയാണോ എന്ന ചോദ്യം വീണ്ടും ഉയരുമ്പോൾ ഈ മനുഷ്യനെ കുറിച്ച് ഓർത്ത് എല്ലാവരും അഭിമാനിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം അധിർ രഞ്ജൻ ചൗധരിയുടെ വാക്കുകൾ കേൾക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എത്രമാത്രം ഭയാനകമാണ് എന്നുള്ളത് ബംഗാളിൽ കഴിഞ്ഞ കുറെ നാളുകളായി മനസ്സിലാക്കുകയാണ്. മുർഷിദാബാദിലും അതുപോലെ തന്നെ ബഹ്റാംപൂറിലും ഒക്കെ ശക്തമായി ഇപ്പോഴും കോൺഗ്രസിന് ആധിപത്യമുണ്ട്. കോൺഗ്രസ് വിജയിച്ച 2 നിയോജക മണ്ഡലങ്ങൾ മുർഷിദാബാദിൽ ഉള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് 2 പ്രദേശങ്ങളിലും അധിർ രഞ്ജൻ ചൗധരിയുടെ സ്വാധീനം ഇപ്പോഴും അതേപടി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ താൽക്കാലിക പരാജയമൊന്നും അദ്ദേഹത്തെ തളർത്തുന്നില്ല. താൻ ജീവിക്കുന്നതും മരിക്കുന്നതും കോൺഗ്രസ് നേതാവായി തന്നെ ആയിരിക്കുമെന്ന് ഉറച്ച ബോധ്യമുള്ള ഒരു മനുഷ്യൻ ലോക്സഭയിൽ കക്ഷി നേതാവായപ്പോൾ പോലും തൃണമൂലിന്റെ വിരോധത്തിന് പാത്രമായി BJP-യെ നിശ്ചിതം വിമർശിച്ചപ്പോൾ സംഘപരിവാറിന്റെ വിരോധിയുമായി മാറി. എന്നാൽ അതൊന്നും അധിർ രഞ്ജൻ ചൗധരി എന്ന പോരാളിയെ തളർത്തിയിരുന്നില്ല. ഇപ്പൊ മമതാ ബാനർജി യാതനയുമായി കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടുത്തെത്തുമ്പോൾ കോൺഗ്രസ് പ്രധാന പോസ്റ്റുകളെല്ലാം കൊടുക്കാൻ നിങ്ങൾ വീണ്ടും മാതൃപ്രസ്ഥാനത്തേക്ക് വരൂ എന്ന് പറയുമ്പോൾ അധിർ രഞ്ജൻ ചൗധരിയുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നേതാക്കളുടെ വികാരം മനസ്സിലാക്കാതെയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെങ്കിൽ വീണ്ടും വീണ്ടും തിരിച്ചടിയും ആഘാതവും ഉണ്ടാകും എന്ന ശക്തമായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് പശ്ചിമ ബംഗാളിൽ അധിർ രഞ്ജൻ ചൗധരിക്ക് ഇനിയും തിരിച്ചു വരാനുള്ള സാധ്യതകളേറെയാണ്. സുവേദു അധികാരിയുടെ ഭരണം അത് ജനങ്ങളിൽ വലിയ തോതിലുള്ള ഭയം സൃഷ്ടിക്കുകയാണെങ്കിൽ ജനങ്ങൾ തിരിച്ചും വോട്ട് ചെയ്യും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട.